ISROയുടെ സ്പാഡെക്സ് ഡോക്കിംഗ് പരീക്ഷണം ചൊവ്വാഴ്ച നടക്കും. സ്പാഡെക്സ് ചേസർ ഉപഗ്രഹം ടാർഗറ്റ് എന്നുള്ള ഉപഗ്രഹത്തിൽ ഡോക്ക് ചെയ്യുന്ന പരീക്ഷണമാണ് നടക്കുന്നത്. രാവിലെ 7 മണിക്കാണ് ഡോക്കിംഗ്. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, വളരെയധികം നിർണായകമായൊരു നിമിഷത്തിനാണ് ഇനി കാത്തിരിക്കുന്നത്. ISROയുടെ നിർണായക ദൗത്യമായ ഡോക്കിംഗ് പരീക്ഷണം അത് ചൊവ്വാഴ്ച നടക്കും. എന്താണ് അതിൻ്റെ മറ്റു വിവരങ്ങൾ? വിഷ്ണു, തീർച്ചയായും ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെ ഡോക്കിംഗ് പരീക്ഷണം നടക്കുമെന്നാണ് ISROയുടെ അറിയിപ്പിൽ പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ച ഈ സ്പേഡെക്സ് എന്ന് പറയുന്ന 2 ഉപഗ്രഹങ്ങൾ. ഈ 2 ഉപഗ്രഹങ്ങൾ നിലവിൽ ഭൂമിക്ക് ചുറ്റും 470 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ 20 കിലോമീറ്റർ അകലത്തിൽ ഒരേ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 20 കിലോമീറ്റർ അകലത്തിൽ സഞ്ചരിക്കുന്ന 2 ഉപഗ്രഹങ്ങളിൽ ചേസർ, അതുപോലെ തന്നെ ടാർഗറ്റ്, അതായത് പ്രധാന ഉപഗ്രഹവും ചേസർ എന്ന് പറയുന്ന അതിനെ പിന്തുടരുന്ന ഉപഗ്രഹവുമുണ്ട്. ഈ പിന്തുടരുന്ന ഉപഗ്രഹത്തിന്റെ അകലം 20 കിലോമീറ്റർ എന്നുള്ളത് കുറച്ചു കൊണ്ടുവന്ന് സ്വാഭാവികമായും ഈ ടാർഗറ്റിൽ അറ്റാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഡോക്ക് ചെയ്യുന്ന പ്രവർത്തനമാണ് ഡോക്കിംഗ് പരീക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രാവിലെ 7 മണിക്കായിരിക്കും നടക്കുക. 20 കിലോമീറ്റർ എന്ന അകലം ക്രമേണ കുറച്ച് അത് 10ഉം 5ഉം 3 കിലോമീറ്റർ, അവസാനം 3 മീറ്ററിലെത്തിയതിനു ശേഷം ഡോക്കിംഗ് പരീക്ഷണത്തിന്റെ സംവിധാനങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റുകൾ പരസ്പരം ആന്തരികമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമായതിനു ശേഷം കൃത്യമായി ഡോക്കിംഗ് നടത്തുക എന്നതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യം സാധൂകരിക്കുന്നതോടുകൂടി ഭാരതത്തിന്റെ ബഹിരാകാശ ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണ് നടക്കുക. നമുക്കറിയാവുന്നതാണ്, സ്പേസ് സ്റ്റേഷൻ, ഭാരതത്തിന്റെ തനത് സ്പേസ് സ്റ്റേഷൻ രൂപീകരിക്കാനുള്ള ഒരു നീക്കങ്ങൾ ഭാരതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ സ്പേസ് സ്റ്റേഷന്റെ ഘടകങ്ങളെല്ലാം തന്നെ പല ഘടകങ്ങളായി ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയി ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കുന്ന ഒരു പദ്ധതിയാണുള്ളത്. അതുപോലെ തന്നെ നിരവധിയായ പദ്ധതികളുണ്ട്. അതിൽ സ്പേസ് സ്റ്റേഷനിലേക്ക് സ്പേസ് ക്യാപ്സ്യൂൾ ഡോക്ക് ചെയ്യുന്നതും, അതുപോലെ നിരവധിയായ സംവിധാനങ്ങൾ ഡോക്ക് ചെയ്യുന്നതും അറ്റാച്ച് ചെയ്യുന്നതും അത് ഡിറ്റാച്ച് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി ഭൂമിയിൽ നിന്ന് ടെലിമെട്രിക് കൺട്രോൾ വഴി നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്ന് കൃത്യമായി പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണമാണ് ജനുവരി 7 രാവിലെ 7 മണിക്ക് നടക്കുക. തീർച്ചയായും അത് വിജയകരമാകുന്നതോടുകൂടി ഭാരതത്തിന്റെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ എന്ന വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ ആദ്യഘട്ട പരീക്ഷണം വിജയകരമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.